റസിയാസ് റസോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് സ്വീറ്റാണ്, കുനാഫ. നല്ല മധുരമുള്ള, നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഡെസേർട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിനു വേണ്ടി ഞാൻ സേമിയാണ് എടുത്തിരിക്കുന്നത്. നല്ല തിന്നായിട്ടുള്ള സേമിയ എടുക്കണം. സാധാരണ ഈ അറേബ്യൻസ് കുനാഫ ഡോ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഗൾഫിൽ നിന്നുള്ള എല്ലാവരും കുനാഫ ഡോ ഉപയോഗിച്ചിട്ടാണ് കുനാഫ ഉണ്ടാക്കുന്നത്. നമുക്കിവിടെ കുനാഫ ഡോ കിട്ടാൻ കുറച്ച് പ്രയാസമാണല്ലോ. അതുകൊണ്ട് നമുക്ക് സേമിയ വെച്ചിട്ട് ചെയ്യാം. സേമിയ വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ്. സേമിയ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. 300 ഗ്രാം സേമിയാണ് ഞാൻ എടുത്തത് കേട്ടോ. അതിന് വേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ, ഏകദേശം 50 ഗ്രാമിനോടടുത്ത് ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ സേമിയ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റഡ് സേമിയാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് ബട്ടറും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ബട്ടറൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് സേമിയ ചേർക്കാം. സേമിയ ചേർത്തിട്ട് നന്നായി ഇളക്കി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ആയിട്ടുണ്ട്. ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. അതിനുവേണ്ടി 1 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്ന് തിളപ്പിക്കണം. പിന്നെ ഇതിലേക്ക് 2-3 തുള്ളി ചെറുനാരങ്ങ നീരും ചേർക്കണം. ചെറുനാരങ്ങ നീരും ചേർക്കാം. നന്നായി തിളച്ച് ഒട്ടുന്ന പാകത്തിലായാൽ നമുക്കിതിലേക്ക് 1 നുള്ളി ഏലക്കായ്പ്പൊടി കൂടി ചേർക്കണം. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിൽ ഒരു പാല് ചേർക്കണം. 1 കപ്പ് പാല് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലിൽ 1/4 കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ കലക്കി ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നു. നന്നായി ഇളക്കി ഒന്ന് കുറുകി വന്നാൽ നമുക്ക് ഇതിലേക്ക് ചീസ് ചേർക്കണം. മൊസറല്ല ചീസാണ് ഞാൻ എടുത്തത്. നൂറ് ഗ്രാം ചീസാണ് ഞാൻ എടുത്തത്. ഇത് ഗ്രേറ്റ് ചെയ്തതാണ്. ഗ്രേറ്റ് ചെയ്ത ചീസും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ചീസ് ഉരുകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചീസും പാലും കൂടി ചേർന്ന് ചീസ് നന്നായി ഉരുകി പാലിനോട് ചേർന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം. ഒന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും ഇത് നല്ല കട്ടിയാവും, നല്ല കൊഴുത്ത് വരും. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച സേമിയയിലേക്ക് കുറച്ച് കളറ് ചേർക്കണം. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ഇഷ്ടമുള്ളവർ മാത്രം ചേർത്തിയാൽ മതി. കളറ് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ബേക്കിംഗ് ട്രേയിൽ ഇത് സെറ്റ് ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച സേമിയ ചേർക്കുക. സേമിയ ചേർത്തിട്ട് നന്നായിട്ട് അമർത്തി വെക്കണം. നന്നായിട്ട് അമർത്തി കൊടുക്കണം. കനമുള്ള ഗ്ലാസ്സോ കപ്പോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക. ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചീസ് ഉണ്ടല്ലോ, അത് ഇതിന് മുകളിൽ ചേർക്കുക.
നന്നായിട്ട് ഒരേപോലെ നിരത്തി കൊടുക്കണം. ഇതിൻ്റെ മേലെ ഒരു നിരയും കൂടി നമുക്ക് സേമിയ ചേർക്കാം. പിന്നെ ഒരു കാര്യം മറക്കണ്ട, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലാ സപ്പോർട്ടും ചെയ്യണം. ഒന്ന് ശരിക്കൊന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. പ്രീ ഹീറ്റ് ചെയ്യാൻ ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയൊരു പാത്രം വേറെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഇത് വെച്ചിട്ട് ഇത് അരമണിക്കൂർ ബേക്ക് ചെയ്തെടുക്കണം. അരമണിക്കൂർ 20-25 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. പാത്രം നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. 300 ഗ്രാം സേമിയക്ക് ഞാൻ 2 ചെറിയ കുനാഫയാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.